ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് നാളെ മുതൽ ഒരു ചലഞ്ച് ചെയ്താലോ? ഒരു 30 ദിവസത്തെ ചലഞ്ച്. ഒറ്റയടിക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ 30 ദിവസം കൊണ്ട് നമുക്ക് ഇതെന്തിനാന്നല്ലേ, നമ്മുടെ വീടും അതേപോലെ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ച്. അപ്പോൾ ആരൊക്കെ ചലഞ്ചിനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നാളെ നമ്മുടെ ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ ഡേ 1, അതായത് നാളെ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള പണികളൊക്കെ ഒതുങ്ങി കഴിയുമ്പോൾ നേരെ നമ്മുടെ റൂമിൽ പോയിട്ട് നമ്മുടെ കബോർഡ്, നമ്മുടെ അലമാര അങ്ങ് തുറക്കാം. ആ അലമാരയുടെ ഏതെങ്കിലും ഒരു കോണിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാത്ത, എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഡൊണേറ്റ് ചെയ്യുക. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തടി കുറഞ്ഞിട്ട് ഇടാമെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങളത് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ഇടുമായിരിക്കും, അല്ലാതെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് ട്രെൻഡിങ് ഡ്രസ്സൊക്കെ ആയിരിക്കും വണ്ണം കുറയുമ്പോൾ നമ്മൾ മേടിച്ചിടാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂസ് ആക്കില്ല എന്ന് ഉറപ്പുള്ള വസ്ത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെട്ടവർക്ക് ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ചെയ്തിട്ട് നമ്മുടെ അലമാര നാളെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ സംഭവം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ എന്നൊക്കെ വലിയ ഭാഷ, ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ അലമാര ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ മൈൻഡും കൂടെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പാക്കും. സോ ഡേ 2, നമ്മൾ യൂസ് ആക്കുന്ന നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ നമ്മുടെ പൗച്ചൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതങ്ങ് തുറക്കുക. അത് തുറന്നിട്ട് അതൊന്ന് വൃത്തിയാക്കുക. ഞാൻ നാട്ടിൽ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ബസ് ടിക്കറ്റൊക്കെ ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലും ബില്ലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ ഡേ 2 നിങ്ങളുടെ ഹാൻഡ് ബാഗ് നോക്കിയിട്ട് ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് ബാഗ് അങ്ങോട്ട് വൃത്തിയാക്കുക. ഈ നേരത്തെ പറഞ്ഞ സെയിം സുഖം തന്നെ ഇവിടെ നമുക്ക് കിട്ടും. നമ്മൾ ഇതുപോലെ തലമ്പായിട്ടുള്ള ഐറ്റംസൊക്കെ കളയുമ്പോൾ നമ്മുടെ ബാഗും ക്ലീൻ ആവും, നമ്മുടെ മൈൻഡും ക്ലീൻ ആവും. ഡേ 3, ഇവിടെ ഉണ്ടല്ലോ ഏട്ടൻ്റെ സോക്സ് വെക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോക്സ് ആ സാധനത്തിൻ്റെ ഉള്ളിലുണ്ട്. പലതിനും ഒരു പേരേ ഉള്ളൂ, ഒരെണ്ണം ഇല്ല അതിൻ്റെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഈ ഒരു സംഭവം കേട്ടപ്പോഴേ തന്നെ ഞാനതെടുത്ത് കാട്ടിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡേ 3 ഇതേപോലെ തന്നെ നിങ്ങളുടെ സോക്സോ ഭർത്താവിൻ്റെയോ കുട്ടികൾക്കിടെയൊക്കെയോ സോക്സ് വെച്ചിരിക്കുന്ന സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ചിലപ്പോൾ പലതിൻ്റെയും ഒരെണ്ണം മാത്രമേ കാണുന്നുണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളത് അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. പക്ഷെ നിങ്ങൾ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അല്ലാതെ ചുമ്മാ അവിടെ സോക്സിൻ്റെ സെക്ഷനിൽ അത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു പെയർ, അതായത് കൂട്ടുകാരൻ ഇല്ലാത്ത ആ സോക്സ് ഉണ്ടായിരിക്കില്ലേ, അതിനെ എടുത്തങ്ങ് കാട്ടിക്കളഞ്ഞേക്കുക. ഡേ 4, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോൺ, ലാപ്ടോപ്പ്, ഇതിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ആവശ്യമില്ലാത്ത കുറേ ഡോക്യുമെൻറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പിന്നെ എനിക്ക് വീഡിയോ എടുക്കണതുകൊണ്ടുണ്ടല്ലോ സ്റ്റോറേജ് സ്പേസ് എപ്പോഴും ഔട്ടാവും. അപ്പം ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കണ്ട കടച്ചാതികളൊന്നും ഈ സാധനത്തിൽ ഇല്ല. പക്ഷെ നോക്കുമ്പോൾ എപ്പോഴോ നമ്മൾ ആവശ്യമില്ലാണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പം നോക്കുമ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ദിവസം ഡേ 4 അങ്ങ് ഇരുന്നിട്ട് ലാപ്ടോപ്പ്, ഫോൺ, അതുപോലത്തെ ഐപാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള അൺനെസസറി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് അതിന് കുറച്ച് ശ്വാസം വിടാനുള്ള സ്റ്റോറേജ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ഡേ 5 ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡ്, ഇവരുടെ ഒരു 5 നല്ല ക്വാളിറ്റീസ് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, പലപ്പോഴും നമ്മൾക്കുണ്ടല്ലോ ഈ ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറയൂല, എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ ചീത്തത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അയാൾക്ക് എത്ര നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവർക്ക് കാണാനേ പറ്റില്ല. അപ്പോൾ നമ്മളൊന്നിരുന്ന് ചിന്തിച്ചിട്ട് നമ്മളുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവരുടെ 5 ക്വാളിറ്റീസ് നമ്മൾക്ക് എഴുതാം. മറ്റുള്ള ആൾക്കാരിൽ അവരുടെ നെഗറ്റീവ്സ് കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പാക്കും. അതേപോലെ ഡേ 6, നെക്സ്റ്റ് ഡേ ചെയ്യേണ്ടത് നമ്മളുടെ തന്നെ ഒരു 5 ബെസ്റ്റ് ക്വാളിറ്റീസ്. ഇപ്പോൾ കുറേ പേര് വീട്ടിൽ തന്നെ ഇരിക്കുന്നു, ഇങ്ങനെ ജോലിക്കൊന്നും പോകാണ്ടാവുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛിച്ചൊരു തള്ളലുണ്ടല്ലോ, അങ്ങനെ പലപ്പോഴും എന്നൊന്നിനും കൊള്ളില്ല അങ്ങനത്തെ ഒരു തോട്ട് പലരുടെ ഉള്ളിലും കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ച് നമ്മുടെ 5 ക്വാളിറ്റീസ് നമ്മൾ എഴുതി വെക്കുക. അത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് പയ്യെ വന്നു തുടങ്ങും.
ഡേ 7 നമ്മുടെ വാലറ്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ ഹാൻഡ് ബാഗ് ആയിരുന്നല്ലോ, പിന്നെ പൈസ മാത്രം വെക്കുന്ന ഒരു ചെറിയ പൗച്ച് നമുക്ക് ഉണ്ടായിരിക്കില്ലേ, ചിലപ്പോൾ അതിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ബില്ലുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡേ 7 നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഡേ 4 എന്നായിരുന്നു ചെയ്യേണ്ടായിരുന്നത്, ഡേ 2 നമ്മൾ ഹാൻഡ് ബാഗ് ചെയ്യുന്ന കൂട്ടത്തിൽ വാലറ്റും കൂടെ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 7 നമ്മൾക്ക് റെസ്റ്റ് ഡേ ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ലൈക്ക് ഇറ്റ്സ് ഫീൽ ഡിഫറെൻറ്റ്, അടിപൊളിയിരിക്കും. ഡേ 8 ചെയ്യേണ്ടതുണ്ടല്ലോ, എല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കുട്ടപ്പയായിട്ടൊന്നിരുന്ന് ഒരു ബുക്കിൽ 20 മിനിറ്റ് ഒരു ജേണൽ എഴുതാം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, അത് സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, വെറുപ്പായിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. ചിലപ്പോൾ പലപ്പോഴും ആരോടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. അതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് 20 മിനിറ്റ് നിങ്ങളൊന്ന് എഴുതുക. ഒരു ബുക്കിൽ അത് എഴുതുമ്പോൾ നമുക്ക് സീരിയസ്ലി നമ്മൾ വേറൊരാളോട് മനസ്സ് തുറക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് വരും. കാരണം ബുക്കിൽ എഴുതുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. ആ ബുക്ക് നമ്മൾ ഇവളെന്താ പറയണേന്ന് ചിന്തിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം നിങ്ങൾ ഇത് ഒന്ന് എഴുതുക, ഭയങ്കര സമാധാനം കിട്ടും. നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ തുറന്ന് പറയാൻ ആരും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഒരു ജേണൽ എഴുതുക, അടിപൊളിയായിരിക്കും. ഡേ 9 നമ്മളുടെ കുട്ടികളുടെ പഴയ ബുക്കുകളോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പഴയ ബുക്കുകളോ, ചിലവർക്ക് ബുക്ക് കളയാൻ അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും തുറന്ന് നോക്കില്ല എന്ന് ഉറപ്പുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർ ചിലപ്പോൾ ഒരു ബുക്ക് മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ല അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്കും കൊടുക്കാം. കാരണം ഓക്കെ, ബുക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓക്കെ അറിവായതുകൊണ്ട് ചിലവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരിക്കലും തുറന്ന് നോക്കില്ല എന്ന് ഉറപ്പുള്ളൊരു ബുക്ക് അവിടെ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അവിടെ സ്പേസും പോവുകയുള്ളൂ, പൊടിയും കൂടത്തേ ഉള്ളൂ. സോ ഉപയോഗിക്കാത്ത ബുക്കുകൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യോ അല്ലെങ്കിൽ സോൾവ് ചെയ്യോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡേ 10 മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അറ്റ്ലീസ്റ്റ് പുറത്ത് പോകുമ്പോൾ ഒരു ലിപ്സ്റ്റിക് എങ്കിലും ഇടാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. സോ ഡേ 10 നിങ്ങൾ വീട്ടിലിരുന്നാലും പുറത്തു പോയാലും മേക്കപ്പ് ഇടില്ല എന്ന് ഒരു ശപഥം അങ്ങ് ചെയ്തിരിക്കുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സീരിയസ്ലി. വെളിയിൽ പോകുമ്പോൾ എനിക്ക് ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടിരിക്കണം. ബട്ട് ഐ വിൽ ട്രൈ. ഒരു ദിവസം നമ്മുടെ ഫേസിനും ഒരു എന്താ പറയുക, ഒരു ശ്വാസമൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഡേ 10 നിങ്ങൾ മേക്കപ്പ് ഇല്ലാത്ത ഒരു ദിവസമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം. ഇതൊക്കെ എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മേക്കപ്പ് ഇല്ലാത്ത ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക. സീരിയസ്ലി എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ മേക്കപ്പ് ഇടാതെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചപ്പലായിട്ടിരിക്കുമ്പോഴാണ് സീരിയസ്ലി ഞാനായിട്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുമ്പോൾ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മൾ എന്തൊക്കെയോ പുട്ടി അടിച്ച് കയറ്റി വിടുക തന്നെയാണ് ചെയ്യുന്നത്. സോ ഒരു ദിവസം അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളായിട്ട് ഇരിക്കുക. ഡേ 11 നിങ്ങൾ ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. 10 മിനിറ്റൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഭയങ്കര ടഫായിരിക്കും. എനിക്കൊന്നും പറ്റുമൊന്നുമില്ല. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡൊക്കെ ഡിസ്ട്രാക്റ്റ് ആയിട്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കും. എനിക്കാണെങ്കിൽ ഇരുട്ട് പേടിയായതുകൊണ്ടേ കുറേ നേരം കണ്ണടച്ചിരിക്കുക എന്ന് പറയുന്നത് സീരിയസ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നെ ആരൊക്കെയോ വന്ന് പിടിക്കുമെന്നൊക്കെ പേടിയാണ്, പണ്ടത്തെ നമ്മുടെ കോക്കാച്ചി എന്നൊക്കെ പറയണ പോലെ. സോ പറ്റുന്ന അത്രയും സമയം നിങ്ങൾ ഒരു ഡേ 11 ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് നേരമാണെങ്കിലും കുറച്ച് നേരം നമ്മൾ ഒന്നും ചിന്തിക്കാതെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും റിലാക്സേഷനും കിട്ടും. ഡേ 12 നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുടെയെങ്കിലും കൂടെ ഒരു ദിവസം അങ്ങ് ചിലവഴിക്കുക. നമ്മൾ മുന്നത്തെ എപ്പോഴത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അടിപൊളിയാണെന്ന്. ഒന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കേട്ട് പ്ലാൻ ചെയ്തിട്ട് ഡേ 12 അങ്ങ് പുറത്ത് പോവുക. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ഡേ 12 കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ബിസി ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു എന്നൊക്കെ കരുതിയിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതൊക്കെ ഒരു ചലഞ്ച് പോലെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചലഞ്ചായിട്ട് ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മളുടെ ഇതാണ്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഡേ 13 നമ്മൾക്ക് ലൈഫിൽ ദൈവം തന്നിട്ടുള്ള ഒരു 10 കാര്യങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ 10 അതിൽ കൂടുതൽ നല്ല നല്ല അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ടായിരിക്കും. നമ്മളെപ്പോഴും താങ്ക്സ് പറയാൻ വിട്ടുപോകുന്ന ആൾക്കാരെ, നമുക്ക് ഇല്ലാത്തതിനെ പറ്റിയിട്ടാണ് നമ്മൾ ദൈവത്തോടാണെങ്കിലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്. സോ നിങ്ങളുടെ ഡേ 13 നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള 10 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ നമ്പറാണ് കേട്ടോ. അതിൽ തന്നതിന് ദൈവത്തോട് നന്ദി പറയുക. എപ്പോഴും പറയണ പോലെ
താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് പിന്നെയും അതൊക്കെ നല്ലത് കിട്ടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. പരാതി പറച്ചിൽ നിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് കുറേയൊക്കെ ബെറ്റർ ആവും. ഡേ 14 നമ്മൾ ആ മാസം നമ്മളിപ്പോൾ ആ മാസം എന്നല്ല, ആ ഡേ 14 ആകുമ്പോഴത്തേക്കും നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 5 സാധനങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ആ 5 സാധനങ്ങൾ കടയിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കേണ്ടതല്ലാണ്ട് ഉദ്ദേശിച്ച്, അല്ലാതെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 5 സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഈ 5 സാധനങ്ങൾ സ്റ്റിൽ എനിക്കിപ്പോഴും യൂസ്ഫുൾ ആണോ, അതോ ഞാൻ അപ്പോഴത്തെ ഒരു തോന്നലിൽ വാങ്ങിച്ചതാണോ എന്ന് നിങ്ങളൊന്നും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ തന്നെ ആവശ്യമുള്ള സാധനങ്ങളാണോ ആവശ്യമില്ലാത്ത സാധനങ്ങളാണോ വാങ്ങി കൂട്ടുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പൊ ഡേ 50 ഇതെന്ത് ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറയണേന്നല്ലേ, ഞാൻ ഈ ഡെയിലി വ്ളോഗ് ആവുമ്പോ ഉണ്ടല്ലോ ചില സമയങ്ങളൊക്കെ മറന്നു പോകും, വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള സംഭവം മറന്നു പോകും. അതാണ് 2 ദിവസമായിട്ട് കോൾഡേക്ക് ഇരുന്നുകൊണ്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോ ഡേ 15 നമ്മൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോഷ്യൽ മീഡിയ ഒരു ദിവസം ഇല്ലാതിരിക്കുക സീരിയസ്ലി നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ. നമ്മൾ എപ്പോഴും നമ്മുടെ വിരൽ തുമ്പിൽ ഈ സാധനം ഇങ്ങനെ തോണ്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് റിയലി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഗതി ആയിരിക്കും. പക്ഷെ നമ്മൾ ഉണ്ടല്ലോ കുറച്ച് നാൾ മുന്നേ 2 ദിവസത്തേക്ക് സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ യൂസ് ആക്കും, അല്ലാതെ നമ്മൾ എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രമേ എടുക്കുള്ളൂ, അല്ലാതെ നമ്മൾ ഫോൺ എടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി നമുക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ സമാധാനം തരുന്ന കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ടെൻഷൻസ്, സങ്കടം, പേടി ഇതൊക്കെ വരുത്തുന്ന സംഗതികളാണ് എല്ലാ സോഷ്യൽ മീഡിയാസിലും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണേ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദിവസമായി പോകും. അപ്പോ 2 ദിവസം നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് നല്ല സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങില്ല എന്നല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഡേ 15 നിങ്ങൾക്ക് പറ്റുവെച്ചുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഫോൺ ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമായിരിക്കും ആരെങ്കിലും ഒക്കെ, അല്ലാതെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ആക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്യുക. ഒരു ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒരു ഹാഫ് ഡേ എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക, ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നുണ്ടല്ലോ 30 ദിവസത്തെ ഒരു വീഡിയോയിൽ പ്രസന്റ് ചെയ്യാനാണ്, പക്ഷെ അത് ഭയങ്കര ലെങ്ത് ആയിപ്പോ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ എനിക്കറിയാം. ഇനി നിങ്ങൾക്ക് ബാക്കി 15 ദിവസത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എടുത്ത സ്ഥിതിക്ക് ഞാൻ പാർട്ട് 2 ആയിട്ട് ബാക്കി 15 ദിവസത്തെ കാര്യങ്ങൾ കൂടെ എന്തായാലും പ്രസന്റ് ചെയ്യും. പിന്നെ ഇത് കേൾക്കുമ്പോ ഈ വാലറ്റ് ക്ലീൻ ചെയ്യുക, പിന്നെ എന്താ പറയാ, ഫോണിൽ ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ്സ് ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സംഭവം പറയുന്നത് ഈ വാലറ്റ് ക്ലീൻ ചെയ്യുക, നമ്മുടെ ഫോണിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുമുള്ള ഇതുപോലത്തെ കുറെ സംഗതികൾ നമ്മൾ അൺഇന്റൻഷനലി നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ അല്ലേ, നമ്മളുടെ എന്താ പറയാ, കുറെ നാൾ മുന്നത്തെ ടിക്കറ്റും കാര്യങ്ങളും നമ്മളുടെ പേഴ്സിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഒരു വൃത്തിയില്ല. ആ വൃത്തിയില്ലായ്മ കാണുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സ് ഒരുമാതിരിയാവും. പക്ഷെ അത് തുറക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാർഡ്സ്, നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ കുറച്ച് പൈസ, അത് മാത്രമായിട്ട് അടുക്ക ചുറ്റോട് കൂടെയാണ് നമ്മുടെ പേഴ്സ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. പിന്നെ സീരിയസ്ലി ഞാനൊക്കെ വിശ്വസിക്കുക പൈസേനെ നമ്മൾ അത്രയും ബഹുമാനത്തോടു കൂടെ കാണണം. അപ്പൊ അതിരിക്കുന്ന സ്പേസ് അല്ലെങ്കിൽ ആ കാർഡിലാണല്ലോ പൈസ മൊത്തം ഉള്ളത്, അപ്പൊ അതിരിക്കുന്ന സ്പേസും അടിപൊളിയായിട്ട് വെക്കണ്ടേ. കുഞ്ഞു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പറ്റാച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. ഭീകര എഫക്റ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ആ നിമിഷമെങ്കിലും നമ്മളുടെ മൈൻഡ് കുറച്ചു നേരം ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും